അപ്പം ആള് പതുക്കെ എനിക്കൊരു അല്ല അപ്പൊ തന്നെ ആൾ ഇമ്മീഡിയറ്റ്ലി അതിനു മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ, ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് ആര്യ, ഞാൻ ആര്യയുടെ വലിയൊരു ഫാനാണ് എന്ന് പറഞ്ഞു. ഇതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. ബിക്കോസ് ഇത് പറഞ്ഞപ്പോഴേക്കും ഷീ പുട്ട് ദ കോൾ ഓൺ സ്പീക്കേഴ്സ്. ആര്യ ബഡായെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ബിഗ് ബോസ് സീസൺ 2 ഉണ്ടായിരുന്ന കണ്ടസ്റ്റന്റ് ആണ്. അത് മാത്രമല്ല ഏഷ്യാനെറ്റിലെ മിക്ക പ്രോഗ്രാംസിലും ഭയങ്കര സജീവമായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. അപ്പം പുള്ളിക്കാരത്തേക്ക് ഇപ്പോൾ ഒരു സ്ഥാപനമുണ്ട്, സാരിയുടെ ഒക്കെ ഷോപ്പാണ്. അപ്പോൾ അതിനകത്ത് എൻക്വയറി നമ്പറിലോട്ട് ഒരുത്തൻ വിളിച്ചിട്ട് ആര്യ ബഡായുടെ ഭയങ്കര ഫാൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ച് പക്ക പോക്കൃത്തിന് സംസാരിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഉൾപ്പെടെ ഇന്നലെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആര്യ. അപ്പൊ നിങ്ങൾ ആ വീഡിയോ ശരിക്കും പറഞ്ഞാൽ കേട്ടു നോക്കണം. വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ ഒരുത്തൻ ഫോൺ വിളിച്ചിട്ട് പിന്നെ എങ്ങനെ അത് മാറിയിട്ട് വേറെ സംസാരം ടോണും കാര്യം നമ്മൾ ഈ പറയുന്നത് ജെന്റിൽമാൻ ലുക്കിലൊക്കെ നല്ല രീതിയിൽ നടക്കുന്നവന്മാരെ ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കരുത്. വെറും കള്ളന്മാരാന്ന് പറയുന്നതിൻ്റെ അകത്ത് ഉള്ളൊരു കാര്യമാണത്. കാര്യം നല്ല രീതിയിൽ ഇപ്പം നമ്മുടെ സമൂഹത്തിൽ നല്ല സംസാരം നല്ല രീതി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഒരാളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അത് എത്രത്തോളം നല്ല ആളാണ് എന്ന്. അതിൻ്റെ ഒരു മെയിൻ എക്സാമ്പിൾ ആണ് ഈ ഒരു കാര്യം. കാര്യം ആര്യ എന്തായാലും ആര്യയുടെ വീഡിയോയ്ക്കകത്ത് കുറച്ച് കാര്യങ്ങൾ വെക്കുന്നുണ്ട്, പുള്ളിക്കാരത്തിയുടെ ആ അനുഭവം ഷെയർ ചെയ്യുന്നുണ്ട്. എന്തായാലും ഒന്ന് കേട്ടു നോക്കാം. അപ്പം ആള് പതുക്കെ അപ്പൊ തന്നെ ആൾ ഇമ്മീഡിയറ്റ്ലി അതിനു മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ, ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് ആര്യ, ഞാൻ ആര്യയുടെ വലിയൊരു ഫാനാണ് എന്ന് പറഞ്ഞു. ഇതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. ബിക്കോസ് ഇത് പറഞ്ഞപ്പോഴേക്കും ഷീ പുട്ട് ദ കോൾ ഓൺ സ്പീക്കേഴ്സ്. ബിക്കോസ് ഞാൻ കേട്ടോണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പം സാധാരണ ഇവരിങ്ങനെയാ ചെയ്യുന്നത്, ഇങ്ങനത്തെ എന്തെങ്കിലും കോൾ വന്നാൽ എന്നെ കേൾപ്പിക്കും. എന്നിട്ട് ഞാൻ പറയും എന്റെ നമ്പർ, എനിക്ക് ജെനുവിൻ ആണെന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ ഓക്കെ നമ്പർ ഷെയർ ചെയ്തോളൂ എന്ന് പറയാറുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എന്നെ അപ്പൊ തന്നെ ഷീ പുട്ട് ഇറ്റ് ഓൺ സ്പീക്കർ. അപ്പൊ എനിക്ക് കേൾക്കാം. അപ്പൊ ഞാൻ ചിരിക്കുക ഇയാൾ ഇത് പറയുമ്പോൾ, ഓക്കെ ഫാൻ ആണെന്നൊക്കെ പറയുമ്പോൾ. ദ നെക്സ്റ്റ് സെന്റൻസ് വാസ് ദ ഹൈലൈറ്റ്. അത് കഴിഞ്ഞ് വിജി പറഞ്ഞു, സർ കുഴപ്പമില്ല, എന്താണെങ്കിലും മെസ്സേജ് എന്താന്ന് പറഞ്ഞോളൂ, ഞാൻ ആര്യ അടുത്ത് പാസ് ചെയ്യാം, മാമിനോട് പാസ് ചെയ്യാം, എന്നിട്ട് വിൽ ട്രൈ ടു ഗെറ്റ് ഇൻ ടച്ച് വിത്ത് യു എന്ന് പറഞ്ഞു. ദ നെക്സ്റ്റ് തിങ് ഹീ സെഡ് വാസ് ആര്യയുടെ മുല. എന്താണ് ആര്യയുടെ മുല സൂപ്പറാ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. യുനോ ഇറ്റ് വാസ് ലൈക്ക് എന്താ പറയാ, ഒരു പെട്ടെന്നൊരു ബലൂൺ ബേസ്റ്റ് ആവണ പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഇവിടുത്തെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ട് വളരെ എന്താ പറയുന്ന കൂളായിട്ട് വന്നിരുന്ന് സംസാരിക്കുക, വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചിട്ട് ആര്യയുടെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ബൂംസ് ഭയങ്കരമാണെന്ന്. ഇവരൊക്കെ എന്ത് വിവരം ഉണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്ക്. ഇനിയിപ്പോ ഇത് ശരിക്കും പറഞ്ഞാൽ ഇനി മനഃപൂർവ്വം ഇനി ഇത് പബ്ലിക്കിൽ വരുമെന്ന് അറിഞ്ഞിട്ട് ഇതിങ്ങനെ സംസാരിക്കുവാണോ, അതോ ഇത്ര ബോധമില്ലാത്ത ആൾക്കാരുണ്ടോ? എനിക്കത് മനസ്സിലാവുന്നില്ല ആ ഒരു കാര്യത്തിൽ. കാര്യം ഇത്രയും നമുക്കറിയാം, കാര്യം ആര്യ പോലുള്ളൊക്കെ വ്യക്തിയുടെ ഫോണിൽ വിളിച്ച് ഇങ്ങനെയൊക്കെ സംസാരിച്ച് ഒന്നെങ്കിൽ എന്തായാലും അതിന്റെ കോൺസിക്വൻസസ് ഫേസ് ചെയ്യേണ്ട വരും. ബിക്കോസ് ഒരു പബ്ലിക് ഫിഗർ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ വിളിക്കുന്നതിനകത്ത് നമ്മൾ കുറച്ച് ഒരു മാന്യതയുണ്ട്. ഇത് മാന്യതയോടെ രീതിയിൽ സംസാരിച്ചിട്ട് വളരെ എന്തതിനൊക്കെ പറയേണ്ട സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വിവരം കിട്ടവന്മാരുണ്ടോന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത്ര ഡീസന്റ് ആയിട്ട് അത്രയും ജെന്റിൽമാൻ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന മനുഷ്യന്റെ വായി ഈ സാധനം വീണപ്പോ സത്യം പറയാൻ എനിക്ക് ചിരിയാവും. ഞങ്ങൾ എല്ലാരും ചിരിക്കാ ചെയ്ത്. വി ഓൾ സ്റ്റാർട്ടഡ് ലാഫിങ്. വാട്ട് ഈസ് ദിസ്? ഒരു എന്താ പറയാ, വലിയ പ്രായമുള്ള ആളൊന്നും അല്ല കേട്ടോ, മസ്റ്റ് ബി ഇൻ ഹിസ് 30s or something. അതാ പറഞ്ഞ മാന്യമായിട്ടുള്ള രീതിയിൽ പെരുമാറുന്ന ആൾക്കാരെ നമുക്കിപ്പം വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലോട്ടാണ് വരുന്നത്. കാര്യം അവൻ അതിനകത്ത് അവന്റെ ഫ്ലാറ്റിന്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറയുമ്പോഴത്തേക്ക് അവൻ കുറച്ചൊക്കെ പറയുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഒന്നെങ്കിൽ ബോധമില്ലാതിരിക്കുന്ന രീതിയിലായിരിക്കാം. പിന്നെ അവൻ പറയണത് അവന്റെ ആ സ്ലാങ്ങും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വിചാരിക്കും നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ട് നല്ലൊരു വ്യക്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആകുന്നത്. അതാണ് ആര്യ അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നത്. കാര്യം ഇങ്ങനെയും ആൾക്കാർ രീതിയിലുണ്ടോ, സാധാരണ ഓരോരുത്തരൊക്കെ വിളിച്ചിട്ട് വേറെ രീതിയിലുള്ള പോക്കൃത്തം പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ വയ്ക്കും. പക്ഷെ ഇത് വളരെ കൂളായിട്ട് വന്ന് വളരെ സ്മാർട്ടായിട്ട് സംസാരിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ആൾക്കാർക്ക് ഭയങ്കര ഷോക്ക്ഡ് ആയി പോണത്. എന്തായാലും അവൻ വിളിച്ച ആ രംഗം ഒന്ന് കേട്ടു നോക്കാം. തീർച്ചയായിട്ടും. അയ്യോ എന്നാ വരാനുണ്ടായത് ബുദ്ധിമുട്ട്? അല്ല ഇപ്പൊ ട്രിവാൻഡ്രത്തല്ല, ഇപ്പം നമ്മള് കാസർഗോഡിനടുത്താണ്. ഓ ബുദ്ധിമുട്ടാവോ? ട്രിവാൻഡ്രത്ത് വരുമ്പോഴാണല്ലേ? വരുമ്പോ നോക്കാം, നമുക്ക് അഡ്രസ് പറയാവോ? അല്ല അഡ്രസ് പറയുകയാണെങ്കിൽ എല്ലാം സെറ്റ് ചെയ്ത് തരാം. അല്ല അഡ്രസ് തരുവാണെങ്കിലേ ഒക്കെ സെറ്റ് ചെയ്ത് തരാം. അഡ്രസ് പറയൂ. യാ പറഞ്ഞോളൂ. ഓ അവിടെയാണോ അഡ്രസ് ഇരിക്കുന്നത്?
വേണോ? അല്ല, അഡ്രസ് ആയിരുന്നു വേണ്ടത്. അതിപ്പോ കിട്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാനാ? അത് നിങ്ങളുടെ ചേട്ടന്റെ വാണം വിട്ടിട്ട് എനിക്ക് എന്ത് ചെയ്യാനാ ചേട്ടാ? ചേട്ടന്റെ അഡ്രസ് ഇതാ, ഞാൻ അവിടെ വന്ന് ബോംബിടാം. ചേട്ടാ അഡ്രസ്സ് ചേട്ടാ, ഞാൻ അവിടെ വന്ന് ബോംബിടാം. എന്തായാലും പുള്ളിക്കാരത്തെ ഹാൻഡിൽ ചെയ്ത രീതി എന്തായാലും കൊള്ളായിരുന്നു. ഒന്നെങ്കിൽ വേറെ എന്തോ വലിച്ചു കയറ്റിയിട്ടാണ് എന്തോ രീതിയിൽ വിളിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരാളെ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതിനകത്ത് ഇത്ര ബോധമില്ലാതെ ഇങ്ങനെ വന്ന് പെരുമാറുമെന്ന് എനിക്കത് മനസ്സിലാവുന്നില്ല ആ ഒരു കാര്യത്തില്. ആ ഇല്ല, അഡ്രസ് ഇതാ. ഇത്രയും വാണം വിടാൻ അറിയാലോ, അഡ്രസ് തരാൻ അറിയില്ലേ? 0074894. അങ്ങ് പറ, ഞാൻ എഴുതിയെടുത്തോളാം. പറ. 23 by B. ആ Little apartment. എന്ത് അപ്പാർട്ട്മെന്റ്? Little LIZY. ഓക്കെ. ഞങ്ങളിവിടെ സംസാരിച്ചുകൊണ്ട് വാണം വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഓ പൊള്ളി, ഞാൻ ഇംപ്രസ്ഡ് ആയി പോയി. കണ്ടിന്യൂ. ഞാൻ സംസാരിച്ചുകൊണ്ട് വാണം വിട്ടുകൊണ്ടിരിക്കുകയാണെന്ന്. ഇവനൊക്കെ എന്തൊരു നാറിയാണെന്ന് ആലോചിച്ച് നോക്കി. അവന്റെ ഫ്ലാറ്റിന്റെ അപ്പാർട്ട്മെന്റിന്റെ ഡീറ്റെയിൽസ് പറയുന്നു. പിന്നെ കുറച്ച് കാര്യങ്ങൾ, അവന്റെ പേരും കാര്യങ്ങളൊന്നും ചോദിക്കുമ്പോൾ അവൻ അതിനകത്ത് സംസാരിക്കുന്നില്ല. പിന്നെ സംസാരിക്കണതല്ല അവൻ വേറെ ഏതോ ഫാന്റസി വേൾഡിലാണെന്നുള്ള രീതിയിലാണ് അവന്റെ പെരുമാറ്റം രീതിയല്ല. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് കേസ് കൊടുക്കണ്ട എന്ന് ആര്യ വെച്ചൊരു സംഭവം എല്ലാവരും കൂടി പറഞ്ഞിട്ട് കേസ് കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കേസ് കൊടുത്തിട്ട് എന്താകുമെന്ന് എനിക്ക് അറിയത്തില്ല. കാര്യം സൈബർ സെല്ലിൽ ഇതേ കണക്കുള്ള 100 കണക്കിനുള്ള കേസുണ്ട്. ഇതൊക്കെ അവർ സ്പോട്ടിൽ ആക്ഷൻ എടുക്കുന്ന കാര്യത്തിനകത്തോട്ട് ഡൗട്ടാണ്. കാര്യം ഒരുപാട് കേസസ് ഇങ്ങനെ വന്ന് കിടക്കുമ്പം അവർ പിന്നെ നമ്മൾ അതിന്റെ പുറകെ നടന്ന് നമ്മൾ കയറി ഇറങ്ങി വേണം ഇത് ചെയ്യാനായിട്ട്. അല്ലാതെ ഭയങ്കര പാടായിരിക്കും ഈ ഒരു കേസിൽ. എനിക്ക് തോന്നുന്നത് എങ്ങനെയാണ്, കാര്യം കൊടുത്തവരുടെ അനുഭവങ്ങളാണ് എല്ലാവരും ഷെയർ ചെയ്യണത്. കാര്യം കൊടുത്തിട്ടും വലിയ കാര്യമില്ല എന്നും പറഞ്ഞിട്ട് തിരിച്ചു പോകുന്നതാണ്. നമ്മൾ ഒരുപാട് വീഡിയോസിൽ അത് കണ്ടിട്ടുമുണ്ട്. പോരാതെ ആര്യ തന്നെ ഈ വീഡിയോയിൽ പറയുന്നുമുണ്ട്. കാര്യം അതാണ് പുള്ളിക്കാരത്തിയുടെ അനുഭവം. കാര്യം പുള്ളിക്കാരത്തിയും കുറെ കൊടുത്തിട്ടൊന്നും പുള്ളിക്കാരത്തിക്ക് ഒന്നും നടന്നിട്ടില്ല. ഈ വെറുതെ ചുമ്മാ കയറി ഇറങ്ങാം എന്നുള്ള രീതിയിലാണ് ഇത് പറഞ്ഞു വരുന്നത്. പിൻകോഡ് കൂടെ പറഞ്ഞിട്ട് വിട്ടോ. അയ്യോ, ഞാൻ ചോദിക്കാൻ മറന്നേ, വാണത്തിന്റെ പേരെന്തായിരുന്നു? സോറി, അത് വൈറ്റ് ഫോക്സ്. എന്തായിരുന്നു പേര്? വൈറ്റ് സോസ്. വൈറ്റ് സോസ്. വൈറ്റ് വാട്ട്? ആര്യ. വൈറ്റ് സോസ്. ആര്യ. കഴിഞ്ഞോ? വെച്ചോട്ടെ? ഇല്ല. അപ്പൊ എനിക്ക് ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് വളരെ നല്ലവനായിട്ട് നിൽക്കുന്നവന്മാരെയും ഇപ്പം വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ്. ശരിക്കും ഒരു പക്ഷേ മേ ബി എന്തെങ്കിലും മാനസിക രോഗിയായിരിക്കാം. മേ ബി എന്താ പറയേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരും ഉണ്ട്. കാര്യം നല്ല രീതിയിൽ പെരുമാറിയിട്ട് വേറെ രീതിയിൽ ഫോണിൽ ഇങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ ഒരു മാനസികമായിട്ടുള്ള അസുഖത്തിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇവനൊക്കെ അല്ലെങ്കിൽ ഇത്രയ്ക്ക് ധൈര്യപ്പെടുവോ ഒരാളുടെ നമ്പറിൽ, അതായത് എൻക്വയറി ചെയ്യുന്ന അവരുടെ കടയുടെ നമ്പറിൽ വിളിച്ചിട്ട് ഇങ്ങനെയുള്ള ഒരു അനാവശ്യം സംസാരിക്കണമെങ്കിൽ അതൊന്ന് മനസ്സിലാക്കി നോക്കുക അവന്റെ ഇന്റൻഷൻ എന്തായിരിക്കുമെന്ന്. ഇത് തന്നെ ആയിരിക്കാം മേ ബി ഇനി ഇന്റൻഷൻ, അതോ ഞാൻ ഈ നേരത്തെ പറഞ്ഞ കണക്ക് എന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഈ ഒരു കാര്യത്തിൽ. എന്തായാലും ഏതോ ഒരു വിവരം കിട്ടാൻ നാറിയാണ്, അതെന്തായാലും ഉറപ്പാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇതിനെയൊക്കെ പറ്റിയിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.